പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ വീണടിയുന്നത് കേരളത്തിലെ സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നവും. നിർമ്മാണ സാമഗ്രികളുടെ വൻ വിലക്കയറ്റം നിർമ്മാണ മേഖലയിലും തൊഴിൽ മേഖലയിലും വൻ തിരിച്ചടിക്ക് കാരണമാകുന്നു. അനൂപ് പുല്ലമ്പാടത്തിനൊപ്പം ജലീൽ ആനപ്പുറം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. യുദ്ധം വാസ്തവത്തിൽ ഇപ്പോൾ വീട് കെട്ടിട നിർമ്മാതാക്കളുടെ നെഞ്ചിലാണ്. നിർമ്മാണ സാമഗ്രികളുടെ വിലകൾ അടുത്തിടെ കൂടിയത് 30% വരെയാണ്. സിമന്റ്, മണൽ, ഇരുമ്പ്, PVC, ഇലക്ട്രിക് സാധനങ്ങൾ തുടങ്ങി എല്ലാവിധ വസ്തുക്കൾക്കും വിലക്കയറ്റം ബാധിച്ചിരിക്കുകയാണ്. സിമന്റിന് ചാക്കിന് 320 രൂപയുണ്ടായിരുന്നത് 360 രൂപ വരെയായി. മണൽ ലോഡിന് 30% വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. എംസാൻഡിന് യൂണിറ്റിന് 4000 രൂപയുണ്ടായിരുന്നത് 4300 രൂപ വരെയായി. തൊട്ടടുത്തു തന്നെ ലോഡ് ഇറക്കുന്നതിനാണിത്. ദൂരം കൂടുമ്പോൾ ഇനിയും വർദ്ധിക്കുമെന്ന് കരാറുകാരനും എഞ്ചിനീയറുമായ രാജേഷ് പറയുന്നു. നിർമ്മാണ മേഖലയിൽ നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്താണ് ഈ വിലക്കയറ്റം. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലല്ല, വലിയ രീതിയിലുള്ള വിലക്കയറ്റമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ സാധാരണക്കാരനും ഒരു 1850 സ്ക്വയർ ഫീറ്റോ 1000 സ്ക്വയർ ഫീറ്റോ ഒരു വീട് കെട്ടുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് 2-2.5 ലക്ഷം രൂപേൻ്റെ വ്യത്യാസമാണ് വരുന്നത്. വീട് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എംസാൻഡ് എടുക്കാൻ പോയി ഒറ്റയടിക്ക് 150 to 200 രൂപ വില കൂട്ടിയിരിക്കുകയാണ്. ഒരു എംസാൻഡ് ഇന്നലെ മുതലാണ് കൂട്ടിയിരിക്കുന്നത്. ഒരു മെറ്റൽ അതുപോലെ തന്നെ ഒരു 200-250 രൂപ മെറ്റൽ കൂട്ടി, 1.5 ഇഞ്ച് ബോൾഡർ, എല്ലാ മേഖലയിലും കൺസ്ട്രക്ഷൻ കോറി ഐറ്റംസ് മുഴുവൻ 200, 150, 300 വില കൂട്ടിയിരിക്കുകയാണ്. പകൽ കൊള്ളാന്ന് പറയില്ലേ, അതാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത് പറയാനുള്ളത് ഈ ഹാർഡ്വെയർ ഐറ്റംസ് എല്ലാം 20-30% വില കൂട്ടിയിരിക്കുകയാണ്, ഹാർഡ്വെയർ ഐറ്റംസുകളെല്ലാം. അതുപോലെ എടുത്ത് പറയേണ്ട വേറൊരു വിഷയം എന്താ പറഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ ഐറ്റംസ്, അത് ഒന്നാമത് കിട്ടാനില്ല, അത് ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നു. അത് കിട്ടുന്നത് തന്നെ 20 മുതൽ 25% വില കൂട്ടിയിരിക്കുകയാണ് ഈ ഇലക്ട്രിക്കൽ ഐറ്റംസ് മുഴുവനും. അതുപോലെ പ്ലംബിംഗ് ഐറ്റംസ് പറയുകയാണെങ്കിൽ പ്ലംബിങ്ങിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ 30% നേരത്തെ ഒരു വില കൂട്ടി, ഇപ്പോഴും ഒരു വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പെട്രോൾ വില കൂട്ടുന്ന ഓരോ 10 പൈസ 20 പൈസ കൂട്ടും പോലെ ഇവിടെ ഓരോ മണിക്കൂറും വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് പറയാനുള്ള സിമൻറ്റ് 30-35 രൂപ ഒരു ബാഗിന് കൂട്ടിയിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ സിമൻറ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതൊരു 35 രൂപ കൂടിക്കഴിഞ്ഞാൽ ഒരു വീട് ചെയ്യുമ്പോൾ എത്ര ബാഗ് കൂടും? അപ്പോൾ അതിൻ്റെ എമൗണ്ട് മാറില്ലേ? അതേപോലെ തന്നെ കമ്പി 12 രൂപ 15 രൂപ വിലയാണ് ഒരു കിലോ കമ്പിക്ക് വില കൂട്ടിയിരിക്കുന്നത്. അതുപോലെ പൈപ്പ് ഐറ്റംസ് 34 രൂപയാണ് ഒരു കിലോ പൈപ്പിന് വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. എന്താ ഒരു പകലക്കൊള്ളയെന്ന് ആലോചിച്ച് നോക്കി. യുദ്ധത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിത് യുദ്ധത്തിൻ്റെ പേരിലാണോ, ഇത് വ്യാജമാണോ, ഇവർ മനഃപൂർവ്വം പൂഴ്ത്തി വെച്ച് ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്കൊരു സംശയമുണ്ട് നിലനിൽക്കുന്നത്. നേരത്തെ ചതുരശ്ര അടിക്ക് 18 രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ 21 രൂപ വേണ്ട അവസ്ഥയിലാണ്. 18 ലക്ഷത്തിന് 1000 സ്ക്വയർ ഫീറ്റ് വെച്ചെടുത്ത 21 ലക്ഷം വേണ്ട അവസ്ഥയായതോടെ വീട്ടുടമകളും കരാറുകാരും തമ്മിൽ തർക്കം പതിവുമായി. ഹാർഡ്വെയർ വസ്തുക്കളിൽ എല്ലാത്തിനും വില 30% വരെ വർദ്ധിച്ചതായി മുടപ്പല്ലൂരിലെ കടയുടമയായ അയ്യപ്പൻ ബാലൻ UTVയോട് വ്യക്തമാക്കി. സിമൻ്റ് ആണെങ്കിൽ 30 രൂപ കൂടിയിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഡീസലും പെട്രോളും വീണ്ടും വില കയറുകയാണെങ്കിൽ ഇതിലധികം വില കൂടാനുള്ള സാധ്യതയാണ് കാണുക. സാധാരണക്കാരൻ്റെ വീടുള്ള സ്വപ്നം അടുത്തൊന്നും നടക്കില്ല, അത് നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയാണ് ഉണ്ടാകുക. കോൺട്രാക്റ്റുകാരുടെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ള അളവുകളുണ്ടല്ലോ, 10 ലക്ഷം പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 13-14 മാറി. അവൻ പണിയാൻ വരില്ല, ഇവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്. സാധാരണക്കാരുടെ കുടുംബജീവിതം ആകെ താളം തെറ്റും. ഒന്നിനും പൈസ അവർക്ക് തികയില്ല. അപ്പോൾ അവർ പണി നിർത്തും, അതേ ഉണ്ടാകുക. പിന്നെ അല്ലെങ്കിൽ സർക്കാരിൽ ബാങ്കിൽ എന്തെങ്കിലും ധനസഹായങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ട വിധത്തിൽ വേണ്ടപ്പെട്ട ആൾക്കാർ ഇടപെട്ട് അതിനെന്താ വേണ്ടത് പറഞ്ഞാൽ വേണ്ട നടപടികൾ സ്വീകരിക്കണം. നേരത്തെ GST 28% ഉണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ വീണ്ടും എത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് നികുതി 18% കുറച്ചത്. ഇനി ഡീസലിന് വില കൂടിയാൽ ഇനിയും വില വർദ്ധിക്കുമെന്നാണ് കടയുടമകൾ പറയുന്നത്. മൊത്തത്തിൽ വീടും കെട്ടിടവും നിർമ്മാണം തുടങ്ങുമ്പോഴുള്ള അവസ്ഥയിലല്ല അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇതോടെ ബജറ്റ് കയ്യിൽ നിൽക്കാതെ അധികം പണത്തിനായി നെട്ടോട്ടമോടുകയാണ് വീട്ടുടമകൾ. കടമെടുത്തതുപോലും തികയാത്ത അവസ്ഥ വരുന്നതോടെ സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് ശരിക്കും വീട്ടിലായിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.